യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 അവിടെ നമ്മൾ കണ്ട ഭാഗമെന്ന് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എന്താണ് വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്താണ് വിശ്വാസം, എങ്ങനെ വെളിപ്പെടുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചു. പല രീതിയിലുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന വിഷയം എന്ന് പറയുന്നത് ആ വിശ്വാസം കൊണ്ട് എന്താണ് ഗുണമുള്ളത്, എന്ത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും, എന്തുകൊണ്ട് നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ 6 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് രാത്രി അതിൻ്റെ കണ്ടിന്യൂസ് വിഷയത്തിലേക്ക് കടന്നു പോകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഗ്രോ ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ എങ്ങനെ വളരുവാൻ സാധിക്കും. നമുക്ക് ഒരു പക്ഷെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ നല്ല അറിവുള്ളവരാണ്. അത് ഒരു റെപ്പിറ്റേഷനായിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. ബട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞാട്ടോ ശക്തിയോടെ. എങ്ങനെ വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കും? നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് ദൈവം കർത്താവായ യേശു ക്രിസ്തുവും ദൈവവും കമൻറ്റ് ചെയ്ത വിശ്വാസം ഒറ്റ കൂട്ടമായിരുന്നു. അത് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ഈ വലിയ വിശ്വാസം എവിടുന്ന് എങ്ങനെ പ്രാപിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ നമ്മൾ കണ്ടത് ഇത് കാലങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ പഴക്കം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ദൈവം നമ്മളിൽ തരുന്നത് ഗ്രേറ്റ് ഫെയ്ത്താണ്. അത് നമ്മൾ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയുകയുണ്ടായി. നമ്മൾ കാണുകയുണ്ടായി കാർബൺ, ഒരു ഡയമണ്ടിൻ്റെ കമ്പോണൻറ്റ് അതിനകത്തുള്ളതെന്ന് പറയുന്നത് കാർബൺ തന്നെയാണ്. പക്ഷെങ്കിൽ ആ ഡയമണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് വളരെ വിലയുണ്ട്, അതിന് വളരെ ശക്തിയുണ്ട്. എന്നാൽ ഇതേ കാർബണാണ് ഒരു കൽക്കരി അല്ലെങ്കിൽ ഒരു കരി. പക്ഷേ അതിനെന്തില്ല, അതിനകത്ത് ഒരു സ്ട്രെങ്ത് ഇല്ല, അതിന് വാല്യൂമില്ല. രണ്ടും മെറ്റീരിയൽ രണ്ടിൻ്റെയും അകം ഒന്ന് തന്നെയാണെങ്കിലും എന്താണ് ഒന്ന് ശക്തി കൂടുവാനും ഒന്ന് ശക്തി കുറവാനും കാരണമായിരിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് എങ്ങനെ ഇത് തമ്മിൽ യോജിപ്പിക്കട്ടോ, ഇൻറ്റേർണലി എങ്ങനെ കണക്റ്റഡ് ടുഗദർ. അതാണ് ശക്തിപ്പെടുത്തുവാൻ കാരണമായത്, ഒന്ന് ശക്തിയില്ലാതായത്. നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിശ്വാസത്തിൽ വളരുക എന്ന് പറയുമ്പോൾ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ദൈവം നമ്മൾ എല്ലാവരിലും വിശ്വാസം തന്നിട്ടുണ്ട്. എല്ലാവരിലും ദൈവം വിശ്വാസം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വിശ്വാസം ഒരു മാനുഷിക വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസമാണ്. വായിച്ചോട്ട് അതിന് ആധാരമായിട്ട് റോമൻസ് ചാപ്റ്റർ 12 റോമക്ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആ വേർഡ് പറയുന്നു, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ. അപ്പോൾ ദൈവം എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തു എങ്കിൽ നമ്മൾ എല്ലാവരിലും ഉള്ളത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ശ്രദ്ധിക്കുക വേർഡ്, നമ്മൾ എല്ലാവരിലും ഉള്ളത് ഗാഡ്സ് ഫെയ്ത്ത്, ദൈവത്തിൻ്റെ വിശ്വാസമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ് ഓർ ഹാവ് ഫെയ്ത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിപ്പീൻ. അപ്പോൾ നമ്മൾ എല്ലാവരും വിശ്വാസത്തിൻ്റെ ഒരളവ് പങ്കിട്ട് തന്നുവെങ്കിൽ ആ അളവാണ് നമ്മൾ ജീവിതത്തിൽ ശരിയായിട്ടൊന്ന് പ്രവർത്തിക്കേണ്ടത്. ആ വിശ്വാസം ശരിയായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്തും പോകുമെങ്കിൽ അതായിരിക്കും ഗ്രേറ്റ് ഫെയ്ത്ത് ആയിട്ട് വെളിപ്പെടുവാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് നമ്പർ 5. കർത്താവിനോട് അപ്പോസ്തലന്മാർ പറഞ്ഞൊരു വേർഡാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വേർഡ്, അതിന് കൊടുക്കേണ്ട മറുപടി താഴത്തെ വാക്യം കൂടെ. ഈ കർത്താവ് അവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, പകരം കർത്താവ് ഉത്തരം കൊടുത്ത്, ശ്രദ്ധിക്കണേ എൻ്റെ ഈ ഓരോ വേർഡുകൾ, കർത്താവ് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ
അപ്പോൾ ഒരു കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസം, അതാണ് പ്രാവർത്തനിക ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനെ ശരിയായിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസമായി വെളിപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ സാധ്യം. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തെ അവന് പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവം അവനിൽ പ്രസാദിക്കണമെങ്കിൽ വിശ്വാസം വളരെ ആവശ്യമാണ്. എന്നാൽ ആ വിശ്വാസം ദൈവം നമ്മൾ തന്നിരിക്കുമ്പോൾ ആ വിശ്വാസം നമ്മൾ ഒന്ന് ഉപയോഗിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം, ടൈറ്റസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 13. ടൈറ്റസ് 1 വേഴ്സ് 13. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സൗണ്ട് ഫെയ്ത്ത് ഉണ്ടാകണമെന്നുള്ളത്. ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അതാണ്. നമ്മുടെ ചിന്തയിൽ ഈ ഒരു പിക്ചർ ഞാൻ കൊണ്ടുവരട്ടെ. ദൈവം നമ്മൾ കൂടെ ഒരിക്കലും കാണുവാൻ ആഗ്രഹിക്കുന്നതല്ല നോ ഫെയ്ത്ത് ഓർ വീക്ക് ഫെയ്ത്ത്. ദൈവം നമ്മൾ കൂടെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഗ്രേറ്റ് ഫെയ്ത്ത്. ദൈവം നമുക്ക് അത് സാധിക്കും. ദൈവം നമ്മൾ കൂടെ അത് വെളിപ്പെടുത്തി കാട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഇവിടെ വിഷയമായിരിക്കുന്നത്? ഒരു ഭാഗം കൂടെ നമ്മുടെ വായിച്ച ഭാഗത്തിലേക്ക്, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക, വേർഡ് അവസാന കാലത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപുള്ള പ്രത്യേകത, വിശ്വാസം കണ്ടെത്തുമോ ആവോ? വിശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് തിമോത്തിയോസ് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ആദ്യം സംഭവിക്കേണ്ടത് വിശ്വാസത്യാഗമാണ്. അപ്പോൾ വിശ്വാസം ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ ലോകം കടന്നു വരും. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മക്കൾ വിശ്വാസം ഡിനൈ ചെയ്യുമെന്നല്ല, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് പറയുന്നവർ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലേക്ക് കടന്നു വന്നോ അവർ വിശ്വാസം ത്യജിക്കുവാനായിട്ടിടയായിത്തീരും. ദേ ഡിനൈ ദ ഫെയ്ത്ത് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള വിശ്വാസം അവർ ത്യജിക്കുവാനിടയായിത്തീരും. എന്തുകൊണ്ട് ത്യജിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഓൺ സെൽഫിലേക്ക് അവർ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞൊരു വേർഡുണ്ട്. പത്രോസേ, ശിമോനെ, ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. എന്തുകൊണ്ട് തള്ളിപ്പറയുവാൻ ഇടയായിത്തീർന്നു? യേശു പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് തിരിയുന്നൊരു സമയം കടന്നു വരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, എപ്പോൾ സ്വന്തം എന്നുള്ളൊരു വിഷയം കടന്നു വരുന്നുവോ അവിടെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഡിനയൽ സംഭവിക്കുന്നത്. ദൈവത്തെ നാം മറന്നു കളയുവാൻ ഇടയായിത്തീരുന്നത്, ദൈവത്തെ നാം തള്ളിക്കളയുവാൻ ഇടയായിത്തീരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നവർക്കിത് പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ. ഈ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വെളിപ്പെടുത്തണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തു പറയുന്നു? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ, അഥവാ കർത്താവായ യേശു സഭയെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ, ഈ ഭൂമിയിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വിശ്വാസം കാണുവാൻ സാധിക്കുമോ? എന്താണ് ആ വേർഡിൻ്റെ അർത്ഥം? ഒരു വാക്യം കൂടെ വായിച്ചോട്ട്, 2 Corinthians chapter 13 verse 5. ശ്രദ്ധിക്കണം ആ ഭാഗം. 1 Corinthians 2 Corinthians 2 ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ സഭയോട് പ്രബോധിപ്പിക്കുന്ന ദ ലാസ്റ്റ് വേഴ്സ്, അവസാന ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈവൻ കൃപാവരം വരെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നോ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ, ഈ അവസ്ഥ ഇരിക്കുന്ന പലരും വിശ്വാസത്തിൽ ഇല്ല എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവമക്കൾ കൂടെ കൊടുന്ന് ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്തിലാകുന്നുവോ എന്നുള്ളത്.
വിശ്വാസ ജീവിതമാണോ നമ്മൾ നയിക്കുന്നു എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്. എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുമ്പോൾ, എല്ലാം സ്മൂത്തായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും വിശ്വാസം നമ്മിൽ കൂടെ വെളിപ്പെടേണ്ട ഒരു ആവശ്യമില്ലേ? സ്ലോലി നമ്മൾ വിശ്വാസത്തെ വിട്ട് മാറ്റപ്പെടുന്നു. നിങ്ങൾക്കറിയാം, ലവോദിക്യ സഭയ്ക്ക് ലഭിച്ച ദൂതിൻ്റെ പ്രത്യേകത ഇതാണ്. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. എന്നിട്ട് താഴെ പറയുന്നത്, നിനക്കൊരു ചിന്തയുണ്ട്, നീ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും കുറവില്ലേ. എന്നാൽ നീ നിർഭാഗ്യവാനാണ്, നീ ദരിദ്രനാണ്, നീ ഒന്നുമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഒരു വസ്ത്രം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിര്, നിന്റെ കണ്ണിൽ പുരട്ടുവാൻ ലേപം നീ മേടിര്, വിലയേറിയതായിരിക്കും പൊന്ന് നീ മേടിര്. എന്താ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? ഒന്ന്, വസ്ത്രം മേടിക്കുക എന്ന് പറഞ്ഞാൽ ദ റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അവർ ദൈവമക്കളുടെ നീതി എന്നുള്ള ലെവലിൽ നിന്നോ അവർ വീണുപോയി. കണ്ണിൽ പുരട്ടുവാൻ ലേപമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓപ്പൺ ആക്കുക. 3, വിലയേറിയതായിരിക്കുന്ന പൊന്ന് മേടിക്കുവാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ പരിശോധന. ഇവിടെ എന്ത് സംഭവിച്ചു? ലവോദിക്യ സഭയിൽ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ടെങ്കിലും വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് കർത്താവ് വെളിയിലും അവർ അകത്തുമായി. ശ്രദ്ധിക്കണേ എൻ്റെ ഓരോ വേർഡ്. ഇവരാരാണ്? ഏത് നാമത്തിലാണ് ഇവർ കൂടുന്നത്? ദൈവത്തിൻ്റെ നാമത്തിൽ. എന്താണ് ഇവരുടെ മുകളിലുള്ള ലേബല്? യേശുവിൻ്റെ നാമം. പക്ഷേ അകത്തെന്തില്ല? യേശുവില്ല. പലപ്പോഴും അനേകരുടെ ക്രിസ്തീയ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ സത്യം അതാണ്. ദൈവത്തിൻ്റെ പേര് നമുക്കുണ്ട് എങ്കിലും യഥാർത്ഥമായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സാധിക്കുന്നില്ലേ? ഇത് ഒരു വലിയ പരാജയമാണ്. ഇത് അവസാന കാലത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു വഴിയെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പോൾ നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാനും എൻ്റെ ദൈവമായിരിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് ഒരു റൈറ്റ് വേയിലാണോ എന്നുള്ളത് ശോധന ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കണേ ദൈവമക്കൾ, വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇത് ആക്ച്വലി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടത് കൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പാസ്പോർട്ട് എൻട്രി ചെയ്യുവാനുള്ള ഒരു എന്നേക്കുമായുള്ള പാസ്പോർട്ട് ദൈവം ആർക്കും കൊടുത്തിട്ടില്ലേ? കർത്താവ് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ? അപ്പോൾ എന്നിലും നിങ്ങളും കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം കണ്ടെത്തണമെന്നുള്ളത്. വിശ്വാസം കണ്ടെത്തുവാൻ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യം കടന്നു വരുമ്പോഴാണ് വിശ്വാസം തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ തള്ളിക്കളയേണ്ട ഒരു അവസ്ഥ കടന്നു വന്നത് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പരിശോധനയുടെ മുൻപിലാണ്. അവിടെ എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെയും ദൈവ വിഷയത്തെയും അവർ തള്ളിക്കളയുവാനിടയായിത്തീർന്നു. ശ്രദ്ധിക്കുക ഈ ഒരു വേർഡ്. അതുകൊണ്ട് ദൈവമക്കൾ ഒന്ന് ശോധന ചെയ്യേണ്ടത് എങ്ങനെ നാം വിശ്വാസത്തിലിരിക്കുന്നുവോ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കും. വിശ്വാസത്തിൽ വളരുവാനുള്ള ചില പ്രത്യേകമായിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി ഒരുമിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹം. അതിനാധാരമായിട്ട് ദ ഫസ്റ്റ് വൺ ഒന്ന് നോട്ട് ചെയ്തായിട്ട്, ഫെയ്ത്ത് grows by the word of God. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് വിശ്വാസം വളരുന്നത്. വിശ്വാസം വളരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 17. റോമർ 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ പറയപ്പെടുന്നു, ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, വിശ്വാസം കേൾവിയാൽ. അപ്പോൾ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് ഉയർത്തുന്നത് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, ദൈവം നമ്മളെ വിടുവിക്കുന്ന വിടുതലും ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ നിരാശയുടെ ആ പടുകുഴിയിലാണെങ്കിൽ തന്നെയും ഈ ദൈവത്തിൻ്റെ വചനം പെട്ടെന്ന് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യും. എന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. എന്താ അവിടെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടതാണ് എൻ്റെ ഫെയ്ത്തിനെ ഡെവലപ്പ് ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിന് വിശ്വാസ വർധനയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്.
ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല ആവശ്യമായിരിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 2, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. കേട്ട വചനം അവർക്ക് എന്തുകൊണ്ട് ഉപകാരപ്രദമായില്ല? വചനം അവർ കേട്ടു എന്നുള്ള സത്യമാണോ, എന്നാൽ അവരുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. വചനം എന്ന് പറയുന്നത് വെറുതെ കേട്ടേച്ച് പോകേണ്ടതല്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിണാമം കൊണ്ടുവരണം, ഒരു മാറ്റം കൊണ്ടുവരണം. എന്ത് മാറ്റമാ ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരേണ്ടത്? ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കാലാകാലങ്ങളിൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളൊക്കെയും കടന്നു വന്നപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില കാലങ്ങളിൽ നമ്മൾ നന്നായിട്ട് കഴിച്ചു നാരിക്കുന്ന പച്ചപ്പുല്ല് ഇതൊക്കെ വയറ്റിൽ കിടക്കുകയായിരുന്നാൽ ഒരു പർട്ടിക്കുലർ സമയം എപ്പോൾ അത് ആവശ്യമായിരുന്നുവോ ആ സമയത്ത് അത് വയറ്റിൽ നിന്ന് വീണ്ടും വെളിയിലേക്കൊന്ന് കടന്നു വന്ന് നമ്മുടെ വായിൽ കൂടെ ഒന്ന് ചവച്ച് അത് ശരീരത്തിന് അനുഗ്രഹമാക്കി തീർത്തതുപോലെ, ഞാൻ പറഞ്ഞത് പശുവിൻ്റെ കാര്യമാണ്, എന്നതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ ഒരിക്കൽ കേട്ടത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുകൂടെ അത് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതെ എത്ര വചനം കേട്ടതുകൊണ്ടും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ ആദ്യം വീണ വിത്ത് എന്താണ് സംഭവിച്ചത്, രണ്ടാമത് വീണ വിത്ത് എന്ത് സംഭവിച്ചു? അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പ്രതികൂലം കടന്നു വന്നപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അവർ അത് കൈവിട്ടപ്പോയി. എന്താ കാരണം? ആ കേട്ട ദൈവത്തിൻ്റെ വചനം അവർക്ക് ആ സമയത്ത് ഉപകാരപ്രദമായി വന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കും. ഒരു ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾ കാണിച്ചു തരട്ടെ. അതിനാധാരമായിട്ട് ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 8 and 9, അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 8-9 വാക്യം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നൊരു വ്യക്തി, അവൻ മുടന്തനെന്ന് മാത്രമല്ല കാലിന് ബലവുമില്ല, നടന്നിട്ടേയില്ല. ഇങ്ങനൊരു വ്യക്തി പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേൾക്കുവാനിടയായിത്തീർന്നു. പൗലോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പൗലോസ് ആ വ്യക്തിയെ ഒന്ന് ഉറ്റുനോക്കി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കാരണം മറ്റ് പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ആയിരുന്നു ഈ വ്യക്തിയിൽ പൗലോസ് കണ്ടത്. ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആര് ശ്രദ്ധിക്കുന്നുണ്ട്, ആര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മരിച്ചു പോകുന്നവരുണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കുന്നവരുണ്ട്. മരിച്ചു പോകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് പ്രസംഗകൻ അല്പം പ്രസംഗം നീട്ടിക്കഴിയുമ്പോൾ കിളിവാതിൽ നിന്ന് താഴേക്ക് ഉറങ്ങി വീണതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ ആ പ്രസംഗ സമയത്ത് ഉറങ്ങിയാൽ ലഭിക്കുന്ന ഗുണം ഇതായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ സംഭവിച്ചത്? അവൻ ദൈവത്തിൻ്റെ വചനം പൗലോസ് പ്രസ്താവിക്കുന്ന കേട്ടപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അത് ആ പൗലോസ് അവനെ നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടു. എവിടുന്നാ വന്നത്? വന്നപ്പോൾ ഈ ഒരു ചിന്തയൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പൗലോസ് പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ ആ കേട്ടുനാടിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവനെ വിശ്വാസത്തിൽ ഡെവലപ്പ് ചെയ്യിച്ചു. ഇവിടെ ഈ അത്ഭുതം നടക്കുവാൻ കാരണം പത്രോസിൻ്റെ വിശ്വാസമല്ല, പൗലോസിൻ്റെ വിശ്വാസമല്ല. ഈ അത്ഭുതം നടക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം എവിടുന്ന് കിട്ടി? ദൈവവചനം കേട്ടതിൽ കൂടെ കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വിശ്വാസമായി മാറ്റപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. നിങ്ങൾക്കറിയാം, നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ശക്തിയുണ്ട്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനം വെറുതെ അത് മടങ്ങി വരാതെ എന്തിനു വേണ്ടി അയച്ചുവോ അത് കാര്യം സാധിപ്പിച്ചുകൊണ്ട് മടങ്ങി വരും. ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവം
ഒരു രീതിയിലും വെറുതെ അയക്കുന്നതല്ല. ഇന്ന് ഈ സബ്ജക്റ്റ് എടുക്കണമെന്നുള്ളതും നമ്മളെല്ലാവരും ഇവിടെ കൂടി വരണമെന്നുള്ളതും ഇത്രയും പേര് കൂടി വരുമെന്നുള്ളതും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ നല്ല നിശ്ചയമുള്ളത് കൊണ്ട് ദൈവം എന്നോടും നിങ്ങളോടും ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന വിടുതലിലേക്ക് എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഇവിടെ ഒരു ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുമ്പോൾ എൻ്റെ യേശു എന്നെ വിടുവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വചനം വിശ്വാസമായി പരിണമിക്കുമ്പോൾ അവിടെയാണോ അത്ഭുതങ്ങൾ നടക്കുവാൻ കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ മക്കൾ, ഞാനും നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് വെറും മാനുഷ്യവചനമായി തീരുവാനല്ല ഇടയാകേണ്ടത്. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടത് മാറ്റപ്പെടണം. ദൈവവചനമായിട്ടത് മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ എന്നിലും നിങ്ങൾക്കൂടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം കേട്ട് ഈ വ്യക്തി അവൻ്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചു. അവൻ്റെ കാലുകൾക്ക് ബലപ്പെട്ടു. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, നീ ഒരു കാര്യം എഴുന്നേൽക്കായത് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നു. എന്താ അതിന് കാരണമായി തീർന്നത്? ദൈവവചനം കേട്ടതുകൊണ്ട് അവനിൽ ഉൽപ്പാദിതമായിരുന്ന വിശ്വാസമാണ് അതിന് കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുവാൻ നമുക്കൊരു ചാൻസ് ലഭിക്കുന്നത് അത് വളരെ വിലപ്പെട്ട നിമിഷങ്ങളാണ്. ഇവിടെ വേറെ വലിയൊരു ഗുണമുണ്ട്. ഈ ഒരു ഫെയ്ത്ത്, ഈ ഒരു മിറക്കിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പ്രാപിച്ചിരുന്നുവെങ്കിൽ അടുത്ത ഒരു മിറക്കിൾ വേണമെങ്കിൽ വേറൊരു വ്യക്തിയെ നോക്കേണ്ടി വന്നേരെയും. പക്ഷേ ഇവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, ദൈവം അവൻ്റെ വിശ്വാസത്തെ ഉയർത്തി ഈ അത്ഭുതങ്ങൾ കാണുവാനിടയായി തീർന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്ത് ആവശ്യമായിരിക്കുന്നു? ഒന്ന്, ദൈവവചനം കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ ആ വചനമായിരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ട്, ഈ ദൈവത്തിൻ്റെ വചനം എന്തായി മാറ്റപ്പെടാൻ? രണ്ട്, നമ്മൾ കാണുന്നത് ഈ വചനം അത് അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യം ശ്രദ്ധിക്കുക. നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. യു മെഡിറ്റേറ്റ് ദാറ്റ് വേർഡ്. രാവും പകലും നീ ധ്യാനിക്കണം. പകലോ രാത്രിയോ എന്നുള്ളതല്ല, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഓടേണ്ടത്. രാവിലെ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് രാവിലെ വായിച്ചിട്ട് അല്പസമയം കഴിയുമ്പോൾ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയാനല്ല, അത് കൂടെ കൂടെ ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാൻ നോക്കണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനമായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന യോശുവയോട് പറഞ്ഞൊരു കാര്യമാണ്. മോശ പറയുന്നതാണ്, ദൈവം പറയുന്നതാണ്. ദൈവം പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം. മോശ തന്ന ന്യായപ്രമാണത്തിൽ നിന്ന് രാവും പകലും നീ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കും? നിന്റെ പ്രവൃത്തി സാധിക്കും. നിന്റെ പ്രവൃത്തി സാധിക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചാൽ മതി. ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്താൽ നിന്റെ പ്രവൃത്തിയെ സാധിപ്പിക്കും. നീ കൃതാർത്ഥനായിത്തീരും. നിനക്ക് ദോഷം വരികയില്ല. നീ നശിച്ചു പോകത്തില്ല. ഏതെല്ലാം അവസ്ഥകളിൽ തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും ധ്യാനിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് എന്നെ അടുത്ത ലെവലിലേക്ക് വിടുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ എന്നെ യോഗ്യനാക്കുക. എന്താ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്? ഗോഡ്സ് വേർഡ് എന്ന് പറയുന്നത് ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ ആ ഭാഗം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഒരു കാര്യം കടന്നു വരും. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടുകൂടാ? ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിടുതൽ ലഭിച്ചുകൂടാ? ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടുകൂടാ? ഈ ഒരു ചോദ്യം കടന്നു വരുവാൻ കാരണമായിരുന്നത് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നതാ. ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിലെ ആത്മീയമായിട്ട് വർധനവയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. സങ്കീർത്തനം 63-ാം സങ്കീർത്തനം, Psalm 63 വേഴ്സ് നമ്പർ 5 and 6. ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ
ആ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻകറേജ് ചെയ്യപ്പെടുകയാണ്, ഞാൻ ബലപ്പെടുക. ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുവാൻ സമയമെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഇരുന്നുകൊണ്ട് ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു മജ്ജയും മേധസ്സും എന്ന പോലെ അത് എന്ത് സംഭവിക്കുക? എൻ്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തുകയാണ്, എൻ്റെ പ്രാണൻ അതുപോലെ ബലപ്പെടുകയാണ്. സങ്കീർത്തനം 63-ാം സങ്കീർത്തനം, Psalm 63 വേഴ്സ് നമ്പർ 5 and 6. ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻകറേജ് ചെയ്യപ്പെടുകയാണ്, ഞാൻ ബലപ്പെടുക. ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുവാൻ സമയമെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഇരുന്നുകൊണ്ട് ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു മജ്ജയും മേധസ്സും എന്ന പോലെ അത് എന്ത് സംഭവിക്കുക? എൻ്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തുകയാണ്, എൻ്റെ പ്രാണൻ അതുപോലെ ബലപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ധ്യാനിക്കുന്ന ദൈവവചനമാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ബലപ്പെടുത്തുവാൻ കാരണമായിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും ബലം തരുവാൻ കാരണമായിരിക്കുന്നത്. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം നിങ്ങൾക്കറിയാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ പരിഹാസങ്ങളുടെ ഇരിപ്പടുത്തി ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ പ്രത്യേകത എന്താ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ എൻകറേജ് ചെയ്യുമെന്ന് കാണുവാൻ സാധിക്കും. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടാകുമായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ മുഖത്ത് ഒരു മാറ്റം വരുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്നത്. എന്താ അത് കാരണമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മെഡിറ്റേഷൻ എൻ്റെ ഉള്ളിലെ മനുഷ്യനെ ബലപ്പെടുത്തുക. എൻ്റെ വേറെ രീതിയിൽ പറഞ്ഞാൽ എൻ്റെ ഫെയ്ത്തിനെ ഡെവലപ്പ് ചെയ്യുക, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെതായ കൃപ ഞാൻ പ്രാപിപ്പാൻ എന്നെ അത് യോഗ്യനാക്കുക. 2, എന്താണ് വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ആവശ്യം? രണ്ടാമത്തത് prayer increases the faith. രണ്ടാമത്തത് പ്രാർത്ഥന, അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ചു സാധിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം കൂടി. കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറയുവാൻ തുടങ്ങി. ആ ഉപമയുടെ പർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. അവസാനിപ്പിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, 8-ാമത്തെ വാക്യം, ലാസ്റ്റ് പോർഷൻ ഇങ്ങനെ: എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ. അപ്പോൾ എന്താ നമ്മളിവിടെ കാണുന്നത്? കർത്താവായ യേശു ക്രിസ്തു തുടങ്ങിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു കൊണ്ട് അവസാനിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ വന്നാൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? പ്രാർത്ഥനയും വിശ്വാസവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, പ്രാർത്ഥന നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുന്നു, നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാനുള്ള ധൈര്യം പ്രാർത്ഥന നമുക്ക് നൽകി തരുന്നു. ഒരു ഭാഗം വായിച്ചോട്ടെ. മത്തായി സുവിശേഷം 17-21, മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 21. ശ്രദ്ധിക്ക്, ഈ വേർഡ് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് അവർ എന്ന് ചോദിച്ച ചോദ്യമാ, എന്തുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഈ ബാലിനെ സൗഖ്യമാക്കാൻ സാധിച്ചില്ല? ഇവനെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സുഖപ്പെടുത്തുവാൻ സാധിക്കാഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിന് ഉത്തരം കൊടുത്തു, ഇത് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത റെമഡിയാണ് നമ്മളിവിടെ വായിച്ചത്. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഒഴിഞ്ഞു പോകാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ അല്പവിശ്വാസം. എന്നിട്ട് കർത്താവായ യേശു ഇപ്പോൾ പറയുകയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അല്പവിശ്വാസം മാറ്റിക്കിട്ടണമെങ്കിൽ എന്താവശ്യമാണ്? പ്രാർത്ഥന ആവശ്യം. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ഈ പത്രോസിനോട് പറഞ്ഞൊരു വേർഡുണ്ട്, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞൊരു വേർഡ്, നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ
1 മണി നേരം നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലയോ? അപ്പോൾ 1 മണിക്കൂർ പത്രോസ് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷെങ്കിൽ ആ പർട്ടിക്കുലർ സംഭവത്തിൽ നിന്ന് പത്രോസ് രക്ഷപ്പെട്ടേനെ. നമ്മൾ പലരും അനുഭവിക്കുന്ന കഷ്ടതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രയർലെസ്നെസ്, പ്രാർത്ഥനയില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. അതുകൊണ്ട് എന്തു വരുന്നില്ല, പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് പറ്റുന്നില്ല, ശക്തിപ്പെടുന്നില്ല. ഇത് നമുക്ക് മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു അനുഗ്രഹം ആവശ്യമാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ചിലത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വിശ്വാസമാണോ ദൈവം പ്രവർത്തിക്കുന്ന മീഡിയ? വിശ്വാസമല്ലാതെ വേറെ ഒരു മീഡിയയുമില്ല. എന്നാൽ ഈ വിശ്വാസം പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥനയായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായിട്ടൊരല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേൽക്കുന്നു എങ്കിൽ നമ്മൾ അവിടുന്ന് എഴുന്നേൽക്കുന്നത് നല്ല വിശ്വാസത്തോടു കൂടി ആയിരിക്കും. എന്നാൽ പ്രാർത്ഥനയില്ലാതാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വിശ്വാസം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസം കിടപ്പുണ്ടവിടെ, പക്ഷെങ്കിൽ അത് സൈലന്റ് ഫെയ്ത്താണ്. അതിന് യാതൊരു ഗുണവുമില്ല. അത് വെറുതെ അതിനകത്ത് കിടക്കുക. എന്നിലും നിങ്ങളിലും ക്രിയേറ്റ് ചെയ്യുവാനുള്ള വിശ്വാസം കിടക്കെ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് പറയുന്നത് നമ്മളിലുള്ള വിശ്വാസത്തെ നമുക്ക് ഉപയോഗിക്കുവാൻ അറിയത്തില്ലെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പടക് കയറി അക്കരെ പോകാനായിട്ട് ആഗ്രഹിച്ചു. യേശു പടകിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക് വല്ലാതെ കാറ്റും കടലും രൂക്ഷമായി കൊതിച്ചപ്പോൾ ഈ പടക് മുങ്ങുമെന്ന് ചിന്ത വന്നു. ഇവർ തട്ടി വിളിച്ചു കർത്താവായ യേശുവിനെ. യേശു അവരോട് ചോദിച്ച ചോദ്യപ്രകാരമാണ്, അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ അതിനുള്ള റെമഡി ഇവരിൽ തന്നെ ഉണ്ട്. ഇവരിൽ തന്നെ കിടക്കുകയായിരുന്നു. വിശ്വാസം അവരിൽ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ എന്തില്ല, ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം അവിടെ വെച്ചുകൊണ്ട് അവർ കർത്താവായ യേശുവിനെ ഉണർത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വീക്ക് പോയിന്റ്സ് അവിടെയാണ്. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പലതും നമ്മൾ ചെയ്യാതെ മറ്റ് പലതും നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ് തന്നെ നേരിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. എന്നാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതല്ല. ഒരു സമുദ്രത്തിൻ്റെ മുൻപിൽ നിന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടത് ദൈവം ഇറങ്ങി വന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമായി വിഭാഗിക്കുമെന്നല്ല. ദൈവത്തിന് വേണ്ടത് മോശേ നിന്റെ കയ്യിലുള്ള വടി ഒന്ന് നീട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ അത്ഭുതം ചെയ്യുവാൻ സാധിക്കുന്ന. വടി കയ്യിലുണ്ട്, അതും പിടിച്ചുകൊണ്ടാണ് ഇരുന്ന് കരയുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടത് അതല്ല. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുവാനുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കെ ആ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉറക്കിക്കിടത്തിയേച്ച് സൈലൻ്റ് ആക്കിയിരുന്നേച്ച് നമ്മൾ പലപ്പോഴും കഷ്ടം അനുഭവിക്കുക. സാധിക്കും അത്, പക്ഷെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിശ്വാസമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളിൽ തന്നിരിക്കെ ഇവർ ദൈവത്തോട് ഇപ്പോൾ കർത്താവായ യേശുവിനോട് വിളിച്ചു ചോദിക്കുക, ഞങ്ങളെ രക്ഷിക്കണമേ. ഇവർ ഭീരുക്കളായി തീരുവാനിടയായി. കർത്താവായ യേശു അവരോട് ചോദിച്ച ചോദ്യമതാ, നിങ്ങൾ അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്തോ? ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു, പക്ഷെങ്കിൽ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ മുമ്പ് ചിന്തിച്ചു വന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. എന്താണ് ഇവർക്ക് ആവശ്യമായിരുന്നത്? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളിൽ വളരത്തില്ല, വിശ്വാസം വളരത്തില്ല. ഇതിനെ ഒന്ന് ഓടിച്ചു വിടണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. അതിനെ ഓടിച്ചു വിടുവാനുള്ള എഫക്റ്റീവായിരിക്കുന്ന വിശ്വാസം. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റെവിടുന്നോ വിശ്വാസം കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മളിൽ ഉള്ള വിശ്വാസത്തെ എന്ത് ചെയ്താൽ മാത്രം മതി, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആ ഭാഗം. എവിടുന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാനല്ല ദൈവം പറയുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് എഫക്റ്റീവ് ആക്കണം, വിശ്വാസത്തെ ഒന്ന് ആക്റ്റീവ് ആക്കണം.
ഇതാണ് ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. നമ്മളിൽ കിടക്കുന്ന വിശ്വാസം മതി. അത് കടുകുമണിയോളം വലിപ്പമേ ഉള്ളുവെങ്കിലും, അത്രേ ഉള്ളുവെങ്കിലും അത് മതി. എന്ത് ചെയ്യാൻ? ഈ കാട്ടത്തി സമുദ്രത്തിൽ പോകാനായിട്ട് അത് മതി. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന വിശ്വാസം മതി നമുക്ക് ഒരു ജയമെടുക്കുവാൻ. പക്ഷെങ്കിൽ അതെന്തായി മാറ്റപ്പെടണം? അതിനകത്തൊരു ആക്റ്റീവ്നെസ് ഉണ്ടാകണം. വിശ്വാസം പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം. അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് വെറുതെ കിടക്കുന്ന ഒരു വിശ്വാസമായിട്ടല്ല, അത് പ്രവർത്തിപ്പിക്കുന്ന ഒരു വിശ്വാസമായി തീരണം. മൂന്നാമതായിട്ട് എന്താണ് അതിനാവശ്യമായിരിക്കുന്നത്? രണ്ടാമത്തെ വിഷയം, പ്രാർത്ഥന കൊണ്ട് വിശ്വാസം വർദ്ധിക്കുന്നു. 3, ബൈ ട്രേഡിംഗ് ദ ഫെയ്ത്ത്. വിശ്വാസത്തെ നമ്മൾ ട്രേഡ് ചെയ്യണം, വിശ്വാസത്തെ നമ്മൾ വ്യാപാരം ചെയ്യണം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് ഞാൻ തുടങ്ങുകയാണ്. നമ്മളിൽ ഉള്ളതായിരിക്കുന്ന ഈ കടുകുമണിയോളമുള്ള വിശ്വാസത്തെ എന്ത് ചെയ്യണം? ഒന്ന്, കച്ചവടം ചെയ്യാൻ നോക്കണം. അത് വെറുതെ അവിടെ കിടത്തുവാനല്ല. ഒന്ന് വായിച്ചായിട്ട് ഒരു വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 5 and 6. കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവർ ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു തരണം. കർത്താവ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അപ്പോൾ കർത്താവ് എന്താ അവരോട് പറഞ്ഞു? അവർ ചോദിച്ചതും കർത്താവ് പറഞ്ഞ ഉത്തരവും 2 അവർ ചോദിച്ചത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. യേശു അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാമെന്നല്ല പറഞ്ഞത്. യേശു അവരോട് പറഞ്ഞത്, നിങ്ങളിലുള്ള വിശ്വാസത്തെ ഒന്ന് ട്രേഡ് ചെയ്യുക, നിങ്ങളിലുള്ള വിശ്വാസം ഒന്ന് കച്ചവടം ചെയ്യുക, നിങ്ങളിലുള്ള വിശ്വാസത്തെ ഒന്ന് ഉപയോഗിക്കുക. നമ്മളിൽ ഉള്ള വിശ്വാസത്തെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഒരിക്കലും ആരോഗ്യമുള്ള വിശ്വാസമാകത്തില്ല. ശ്രദ്ധിക്കുക ഈ വേർഡ്. നമ്മളിൽ ഉള്ള വിശ്വാസത്തെ, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വിശ്വാസത്തെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഒരിക്കൽ പോലും അത് ആരോഗ്യമുള്ള വിശ്വാസമാകത്തില്ല. അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കുഞ്ഞ് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞിന് ഓരോ ആക്ടിവിറ്റീസും ഇല്ല എങ്കിൽ അവസാനമായിട്ട് എന്ത് സംഭവിക്കും? അതിന് വഴിയെ പോകുന്ന സകല രോഗങ്ങളും ഏറ്റെടുക്കുവാനായിട്ട് കാരണമായി തീരും. എന്താ കാരണം? കുറച്ച് തടിയോ വണ്ണമോ ഒക്കെ കാണുമായിരിക്കാം, പക്ഷെങ്കിൽ തന്നെ എതിർക്കുന്നതായിരിക്കുന്ന ശത്രുവിനെ എതിർക്കുവാനുള്ള ഒരാരോഗ്യമില്ല. ശരീരം കാണുമായിരിക്കാം, ആരോഗ്യമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വഴിയെ പോകുന്ന എല്ലാം വന്ന് വലിച്ചു കയറുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തന്നെയാണ് വിഷയം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിന് അത് ഒന്ന് ട്രേഡ് ചെയ്യുവാൻ സാധിക്കും. കച്ചവടം ചെയ്യുന്നില്ല എങ്കിൽ, അതിനൊന്ന് വ്യാപാരം ചെയ്യുന്നില്ല എങ്കിൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിലെ സംഭവം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതിൽ 70ാമത്തെ വയസ്സിലേക്ക് കയറുന്ന ഒരു സ്ത്രീ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അവർക്കൊരു ചിന്ത വന്നു, എൻ്റെ ഈ 70ാമത്തെ ബർത്ത്ഡേ ഞാൻ ചെയ്യാൻ പോകുന്നത് പബ്ലിക് പ്ലേസിൽ പോയി എനിക്ക് ദൈവത്തിൻ്റെ വചനം, എനിക്ക് മെസ്സേജ് കൊടുക്കണം. ആ പുള്ളിക്കാരത്തി നേരത്തെ അങ്ങനെ മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഒരു ആഗ്രഹം അതായിരുന്നു, 70ാമത്തെ വയസ്സ് തൻ്റെ ബർത്ത്ഡേ. നല്ലൊരാഗ്രഹമാണ്. പബ്ലിക്കലി അങ്ങോട്ട് കടന്നു ചെന്ന് ഒരു കോമൺ പ്ലേസിൽ നിന്ന് മെസ്സേജ് കൊടുക്കണം. ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഈ സ്ത്രീ ആഗ്രഹിച്ച പോലെ തന്നെ ഇവർ കടന്നുപോയി ഒരു മെസ്സേജ് കൊടുത്തു. മെസ്സേജ് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് കുറച്ച് പേര് അവരുടെ അടുത്ത് വന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിച്ച സകല രോഗികളും സൗഖ്യമായി. ഇതുവരെ അത് ആ പർട്ടിക്കുലർ ദിവസം വരെ അത് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ അന്നങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ചു. അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീർന്നു. എന്താ അത് കാരണമായി തീർന്നെന്നറിയാമോ? ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നുവെങ്കിൽ ഈ പർട്ടിക്കുലർ ദിവസം അവർ ഒന്നാഗ്രഹിച്ചു, എന്നിൽ വസിക്കുന്ന വിശ്വാസത്തെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളത്, ഒന്ന് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം ഒന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഒരുക്കാമെങ്കിൽ എന്നിലും നിങ്ങളിലും കൂടെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കുവാനായിട്ട് നമുക്കൊരു താല്പര്യമില്ല, അതിന് മനസ്സ് നമുക്കില്ല. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ വീണ് കിട്ടിയാൽ അതുകൊണ്ട് തിന്ന് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ആയിരിക്കുക. എന്നാൽ ഇതിനപ്പുറമായിട്ട്
ദൈവത്തിൻ്റെ കരങ്ങളൊന്ന് വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാഞ്ചിക്കുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ മനസ്സിലാക്കണം, എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വാസമാണെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അതിനകത്ത് ഒരു ക്രിയേറ്റീവ് പവറുണ്ട്, സൃഷ്ടിപ്പാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസം സൃഷ്ടിക്കുന്നതാണെങ്കിൽ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം വിശ്വാസത്തോട് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ, ഈ ദൈവത്തിൻ്റെ സകല സൃഷ്ടിപ്പും ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന് ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ആകുന്നുവെങ്കിൽ, നമ്മൾ മനസ്സിലാക്കണം, അതാണ് ദൈവം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചതാണ് ഒരിക്കൽ യോശുവ ഒരു പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സൂര്യ നീ അവിടെ നില്ല്, ചന്ദ്ര നീ അവിടെ നിൽക്കുക. അത് അക്ഷരീയമായിട്ട് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? തന്നിലുണ്ടായിരുന്ന വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുവാൻ, ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചു. തന്നിലുള്ള വിശ്വാസത്തെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചാൾസ് ഡിഫോൺ ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം പലരെയും മുമ്പിൽ കൊണ്ടുവന്ന്, ഈവൻ ദോ പ്രാർത്ഥിച്ചതുപോലുമില്ല, പ്രാർത്ഥിക്കാതെ പറഞ്ഞ് നിങ്ങൾ തൊട്ട് നോക്കാൻ നിങ്ങൾ സൗഖ്യമായി. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. ആ ഫെയ്ത്ത്, ദൈവം സൗഖ്യമാക്കുവാൻ ശക്തനാണെന്നുള്ള അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം, അതാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. ആ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇത്രയും പേര് അവിടെ അത്ഭുതങ്ങൾ കണ്ടത്. ഈ വന്നവർ ദൈവത്തിനെ വിടുവിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടെങ്കിലും വന്നത് അവർ ആ വിശ്വാസത്തോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാനിടയായി. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും ഫെയ്ത്ത് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ ഈ ഒരു വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്ക് ചാപ്റ്റർ 10 verse 17 and 18. ഈ 70 പേര് കർത്താവായ യേശു അയച്ചവരാ. അവർ മടങ്ങി വന്നിട്ട് വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു അവരോട് പറഞ്ഞൊരു മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം, വായിച്ചെടു താഴെ. മനസ്സിലായോ? ഇവിടെ ഇവർ പ്രവർത്തിച്ചു എങ്കിലും ആ പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ ഇരുന്ന് ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്തത് ആരുടെയായിരുന്നു? കർത്താവായ യേശു. യേശു അവരുടെ ശുശ്രൂഷ അവർ മുൻപിൽ നിൽക്കുമ്പോൾ, ശുശ്രൂഷ മണ്ഡലത്തിൽ അവർ നിൽക്കുമ്പോൾ, അവർ രോഗികൾക്ക് വേണ്ടി, അശുദ്ധാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. യേശു ക്രിസ്തു ഒരു കാഴ്ച കണ്ടു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്താ യേശു ക്രിസ്തു കണ്ടത്? ഇവിടെ എന്താ ഈ മിറക്കിൾ നടന്നത്? ഇവരുടെ കരങ്ങൾ കൊണ്ട് മിറക്കിൾ നടന്നു എന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സംഭവിച്ചത് ആരുടെ ഫെയ്ത്ത് അവിടെ ഓപ്പറേറ്റ് ചെയ്തത്? നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വന്നേ. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ജയമെടുത്തിട്ട്, ആ ജയമെടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് ഇവരിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ ആകാശ താഴേക്ക് വീഴുന്ന കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫെയ്ത്ത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചു തരരുത് എന്ന് പറഞ്ഞാൽ, ഇല്ലാത്തത് ഉണ്ടെന്ന് അഭിമാനിക്കരുത്. നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിൽ കൂടെ വേണം ആ ക്രിയ വെളിപ്പെടുത്തുവാൻ. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കണം. പക്ഷെ എന്തുണ്ടാകരുത്? ഭാവിക്കുന്നത് മീതെ ഭാവിച്ചു ഉയരരുത്. ജീവിതത്തിൻ്റെ രണ്ട് തെറ്റ് നമ്മൾ ആ പട്ടുകളെ ഭാഗം റോമക്കളയാണ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് മനുഷ്യർക്ക് പറ്റുന്ന രണ്ട് വീഴ്ചകളുണ്ട്. ഒന്ന്, ഇല്ലാത്തത് അവരുണ്ടെന്ന് അവർ കാണും. രണ്ട്, ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയും. ഈ രണ്ട് കൂട്ടത്തെയും നമുക്ക് ഈ കാലങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കൂട്ടർ, അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നവരാ, അങ്ങ് ഏതാണ്ട് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നു. മറ്റേ കൂട്ടരെന്ന് പറയുന്നത് സംഭവം ഉണ്ട്, പക്ഷേ ഇപ്പോഴും എന്താ പറയത്തുള്ളൂ? ഇല്ലേ, ഇല്ല, ഇല്ല. ഈ രണ്ടു കൂട്ടരും
ദൈവത്തിന് മുൻപാകെ ശിക്ഷായോഗ്യര. ശ്രദ്ധിക്കണം. ഉണ്ട് ഇല്ല എന്ന് പറയുന്നവരും ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നവരും രണ്ട് കൂട്ടരും ദൈവത്തിന് മുൻപാകെ കുറ്റക്കാരാ. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒറ്റ കൂട്ടരെ മാത്രമേ ഉള്ളൂ. ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്ത പോലെ ഭാവിക്കുക. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിശ്വാസം അതായിരിക്കണം, അതിനനുസരിച്ചായിരിക്കണം എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു വലിയ കുഴപ്പമാണ് നമ്മുടെ, പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ കരിസ്മാറ്റിക് യുഗത്തിൽ കടന്നു വരുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, പലരെയും അനുകരിക്കാൻ നോക്കും. ഞാൻ സാധാരണ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, വെല്ലോൻ്റെ ഷൂവിനകത്ത് കാലിടരുത്. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഐഡൻറ്റിറ്റി വേണം. ഒരു ബെനിഹിൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ലെറ്റ് ഹിം യൂസ് ഇറ്റ്. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടെ. ഞാനൊരു ബെനിഹിൻ ആകേണ്ട കാര്യമില്ല. നമ്മുടെ ഓൺ ഒരു ഐഡൻറ്റിറ്റി, പലപ്പോഴും നമ്മളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, ഈവൻ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് പലരുടെയും ഐഡൻറ്റിറ്റിയിൽ നമ്മൾ വെളിപ്പെടുവാൻ ഇടയാകുന്നത്. നമ്മുടെ ഓൺ വില നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ ആരും എങ്ങനെയൊക്കെ ചെയ്തോട്ടെ, 10 പേര് സ്റ്റേജിൽ കൂടി ഓടിയെന്നിരിക്കും. ദൈവം ഓടാൻ കൃപ തന്നെങ്കിൽ ഓടിക്കൂ. ദൈവം ഓടാൻ കൃപ തരാതെ ഓടിക്കഴിഞ്ഞാൽ വെറുതെ ശരീരം വേർക്കാം എന്നുള്ളതുള്ള യാതൊരു ഗുണം ഉണ്ടാകത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്റ്റൈല് വേണം. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ഫോം നമുക്കുണ്ടാകണം. ദൈവം നമ്മുടെ ഉള്ളിൽ വിശ്വാസം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ഫെയ്ത്ത് എൻ്റെ ഉള്ളിൽ തന്നു. ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരണമായിട്ട് എനിക്ക് എൻ്റേതായിരിക്കുന്ന ഒന്ന് വേണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള ആളെ നമ്മൾ കോപ്പി അടിച്ചത് കൊണ്ട് നമ്മൾ ആളാകത്തില്ല. ഞാൻ ഒരിക്കൽ ഡേവിഡ് യോങ്ചോയുടെ പുസ്തകം വായിക്കുകയായിരുന്നു. വിശ്വാസത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ആ വിശ്വാസത്തെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം സച്ച് എ ഗ്രേറ്റ് ഫെയ്ത്ത്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, അത് എന്തുകൊണ്ടാണ്? ദൈവം അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞേ, ദൈവം ആ ആളിനെ നിർത്തിയിരിക്കുന്ന സ്പിരിച്വൽ മച്യൂരിറ്റിക്ക് അനുസൃതമായിട്ട്, അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൽ കൂടെ ദൈവകൃപ വെളിപ്പെടുന്നത്, അദ്ദേഹത്തിന് റെവലേഷൻ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം, അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഫെയ്ത്ത് ഇല്ലാത്തത് ഞാൻ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഞാൻ ചെന്ന് ചാടുന്ന കുഴിയിലാകും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമായത്, മറ്റുള്ളൊരാളെ അനുകരിക്കുവാനല്ല, നല്ലത് ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരു വ്യക്തിയെ നിർത്തിയിരിക്കുന്നതിനനുസരണമായിട്ട് അവരുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ വലുതാണ്, അവരുടെ ഫെയ്ത്ത് ലെവൽ വളരെ വലുതാണ്. അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത് ലെവൽ അവർക്കത് ഏറ്റെടുക്കുവാൻ സാധിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഫെയ്ത്ത് ലെവലിന് അത് ഏറ്റെടുക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മാച്ചായി പോകത്തില്ല. അതുകൊണ്ട് അത് ഏറ്റെടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്താ ആദ്യം ആവശ്യമായിരിക്കുന്നതെന്നറിയാമോ? അത് ഫെയ്ത്തായിട്ട് മാറ്റപ്പെടണം. വെറുതെ കണ്ണുമടച്ച് ഞാനത് വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കപ്പെടുന്നതാണ്. എൻ്റെ ജീവിതത്തിലൊരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രോമിസ്, ആ ഒരു പ്രോമിസ് തരുമ്പോഴാണ് എനിക്കത് വിശ്വാസമായി തീരുന്നത്. എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിൽ ദൈവം എന്നോട് സംസാരിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ, എങ്ങനെ സംസാരിക്കുന്നു നമുക്കറിയാം, ദൈവം പണ്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനത് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ പർട്ടിക്കുലർ പോർഷന് എൻ്റെ ജീവിതത്തിൽ ബലമായി മാറ്റപ്പെടുന്നു, ഒരു ശക്തിയായിത്തീരുന്നു. മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ എന്ത് സംഭവിച്ചു. ആ ദൈവത്തിൻ്റെ വചനം ദൈവം എന്നോട് ഇടപെടുന്നതാണ്. അപ്പോൾ എന്ത് ആ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്താൽ there is blessing. അതാണ് ദൈവമക്കൾ ഏറ്റെടുക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം നമ്മുടെ വിശ്വാസം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർപ്പിക്കട്ടെ, ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ളൊരു ബോൾഡ്നെസ് അവർക്കുണ്ട് എന്നുള്ളതാണ്.
ആ ഒരൊറ്റ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ നടത്തിയത്. ഞാൻ പറഞ്ഞില്ല ഈ സ്ത്രീയെക്കുറിച്ച്, അതുവരെ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ അന്നെന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാനിടയായിത്തീർന്നു. എന്താ കാരണമായിരുന്നതോ? ആ കാലങ്ങൾ വരെ തന്നിലിരുന്ന വിശ്വാസത്തെ അന്ന് ട്രേഡ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ശ്രദ്ധിക്കുക, വിശ്വാസം ട്രേഡ് ചെയ്യാതെ വിശ്വാസം വർദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ വിശ്വാസത്തെ ട്രേഡ് ചെയ്യാതെ വിശ്വാസം വർദ്ധിക്കത്തില്ല. വല്ലപ്പോഴൊക്കെ വിശ്വാസത്തെ ഒന്ന് യൂസ് ചെയ്യണം.